കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ കള്ളക്കേസ് ചുമത്തിയതായി പരാതി. കാളികാവ് സ്വദേശിയും NCP നേതാവുമായ റഹ്മത്തുള്ളയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കോൺട്രാക്ട് തൊഴിലാളികളായ AE ഇസ്ഹാഖ്, ഓവർസിയർ ഷറഫ് അലി എന്നിവർ നടത്തിവരുന്ന അഴിമതിയും ക്രമക്കേടുകളും സംബന്ധിച്ച് പരാതി നൽകിയതിലാണ് തനിക്കെതിരെ കള്ളക്കേസ് നൽകിയിട്ടുള്ളതെന്നാണ് റഹ്മത്തിന്റെ പരാതി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ തന്നെ മർദ്ദിക്കുകയും പോക്കറ്റിൽ നിന്നും ഫോണും വിവരാവകാശത്തിനായി അടവാക്കിയ ഫീസിന്റെ റെസിപ്റ്റും പിടിച്ചു വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു. പിന്നീട് താൻ തൊഴിലുറപ്പ് ഓഫീസ് അലങ്കോലപ്പെടുത്തുകയും അവരെ രണ്ടുപേരെയും മർദ്ദിച്ചുവെന്നും താൻ അത് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിൽ അവരുടെ മൊഴിയടിസ്ഥാനത്തിൽ തന്റെ പേരിൽ കേസെടുക്കുകയായിരുന്നുവെന്നും റഹ്മത്ത് പറയുന്നു. എന്നെ മർദ്ദിച്ച കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി ഉണ്ടാവണം. അതേപോലെ തന്നെ ഞാൻ ആ ഓഫീസിലേക്ക് കയറിയിട്ടില്ല. തൊഴിലുറപ്പ് ഓഫീസിലേക്ക് കയറാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ആ തിരക്കഥയിൽ ഉണ്ടാക്കിയ കേസ് അത് കൃത്യമായ അന്വേഷണം നടത്തി ഇല്ലാത്ത കേസാണ്. ആ ഇല്ലാത്ത കേസ് എന്റെ പേരിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. തന്റെ പേരിൽ കളവായി ഷറഫ് അലിയും ഇസ്ഹാഖും കൊടുത്ത വ്യാജ പരാതി അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും തന്നെ മർദ്ദിച്ച കാര്യത്തിൽ നടപടി വേണമെന്നും കാളികാവ് തൊഴിലുറപ്പ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും തനിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നും റഹ്മത്ത് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിഷൻ, മലപ്പുറം.